प्रकाश पुंज का ये भंडार, हम आत्मा यही पे रहते, यही हमारा है संसार। वैकुंठवासी है हम, ताज तख्त तिलक के देवकुल के हैं ओम शांति। ശിവബാബയാത് ഹെ. ശിവബാബയുടെ മധുര മഹാവാക്യങ്ങൾ. ഇന്ന് വരദാനി ദിവസമാണ്. വരദാനി ദിവസത്തിൽ ബാബ വരദാതാവായി വരദാനം നൽകുകയാണ്. വ്യർത്ഥ സങ്കല്പങ്ങളെ എങ്ങനെയാണ് ഇല്ലാതെയാക്കാൻ സാധിക്കും, ഇതിലേക്ക് വേണ്ടി ബാബ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. മനസ്സിനെ ബിസിയാക്കി വയ്ക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ 4 കാര്യങ്ങളെയാണ് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഒന്നാമത്തേത് ബാബയുമായി റൂറിഹാൻ ആത്മീയ സംഭാഷണം നടത്തുക. ഇനി ബാബ കേൾപ്പിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ള ആത്മാക്കളുടെ മംഗളത്തിന് വേണ്ടി നൽകുക അഥവാ സർവീസ് ചെയ്യുക. ഇനി ബാബയുടെ ഓർമ്മയിൽ 3-ാമത്തെ കാര്യം മഗ്നരായിരിക്കും, തല്ലീനരായിരിക്കും.
ഇനി നാലാമത്തതാണ് ലഗൻ അഥവാ ബാബയുടെ സ്നേഹത്തിൻ്റെ ആകർഷണത്തിൽ തന്നെ സദാ കഴിയുന്നവരാകും. ഇതിൽ കൂടി ഞങ്ങൾക്ക് എന്താണ് വ്യർത്ഥതയിൽ നിന്നും മുക്തരായി, വ്യർത്ഥതയുടെ പരാതിയിൽ നിന്നും മുക്തരായി കർമാതീത അവസ്ഥ നേടുന്നതിന് വളരെ എളുപ്പമാകും. അതുപോലെ തന്നെ സഫലത നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഭക്തർക്ക് ഭക്തിയുടെ ഭാവനയാണ്. ഭക്തിയുടെ ഭാവനയനുസരിച്ച് അവർ നല്ല ഭക്തി ചെയ്യുമ്പോൾ അനേക തരത്തിലുള്ള സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ സാക്ഷാത്കാരത്തിലൂടെ, കാരണം ഇത് സാക്ഷാത്കാരം ഉണ്ടാകുന്നത് വാസ്തവം ചെയ്യിക്കുന്നത് ശിവബാബ തന്നെ. സാക്ഷാത്കാരത്തിലൂടെ ആർക്കും സദ്ഗതി പ്രാപ്തമാക്കാൻ സാധ്യമാവുകയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. ഇനി സത്യുഗത്തിലേക്ക് പോകാനുള്ള അവസരം പോലും നമുക്ക് ഉണ്ടാകില്ല. ഈ ജീവിത നാടകം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഡ്രാമയാണ്. ഇതിൻ്റെ തിരിച്ചറിവ് നിങ്ങൾ കുട്ടികൾ പ്രാപ്തമാക്കിയിരിക്കുന്നു. ആത്മാവിൻ്റെ ജ്ഞാനവും കൂടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നാം ഏത് സുഖവും അഥവാ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ ആത്മാവ് തന്നെയാണ് സൽക്കർമ്മത്തിലൂടെ സുഖത്തിൻ്റെ അനുഭവം, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രാപ്തി. അപ്പോൾ കർമ്മം ഏതെങ്കിലും പ്രകാരത്തിൽ പാപകർമ്മങ്ങൾ, ദോഷകർമ്മങ്ങൾ ആവുകയാണെങ്കിൽ ആത്മാവ് തന്നെ നരകത്തിൽ പാപത്തിൻ്റെ അനുഭവമായി കർമ്മ കണക്കുകളെ തീർക്കേണ്ടി വരുന്നു. കൊണ്ട് ശിവബാബ നമ്മെല്ലാം മക്കൾക്ക് രാജയോഗമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ രാജയോഗം പഠിപ്പിക്കുമ്പോൾ ബാബയുടെ ഓർമ്മ മാത്രമാണ് ഉണ്ടാക്കേണ്ടത്. ഇനി രാജയോഗം യാതൊരു ദേഹധാരിക്കും പഠിപ്പിക്കാൻ സാധ്യമാവുകയില്ല. നമുക്ക് നോക്കാം. ഇന്നത്തെ മധുര മഹാവാക്യം ഈ തരത്തിലാണ് പ്രേരണാദായിയായിരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റാണ് 9/12/2021. मीठे बच्चे बाप आए हैं तुम्हें രാജയോഗ സിഖ്ലാനെ. മധുരമായ കുട്ടികളെ, ബാബ രാജയോഗം പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു. बाबा के सिवाय कोई भी देहदारी तुम्हें രാജയോഗ സിഖ്ലാ नहीं सकता. ബാബ കൂടാതെ വേറെ യാതൊരു ദേഹധാരിയും രാജയോഗം പഠിപ്പിക്കാൻ സാധ്യമല്ല. प्रश्न, तीव्र भक्ति करने से कौन सी प्राप्ति होती है, कौन सी नहीं? തീവ്രമായ ഭക്തി ചെയ്യുന്നതിലൂടെ ഏതൊരു പ്രാപ്തി ഉണ്ടാകുന്നു, ഏത് പ്രാപ്തി ഉണ്ടാകാതെ ഇരിക്കുന്നു? ഏത് പ്രാപ്തി ഉണ്ടാകുന്നു, ഏത് പ്രാപ്തി ഉണ്ടാകാതെ ഇരിക്കുന്നു? ശരി തന്നെ. उत्तर, कोई तीव्र भक्ति करते हैं तो दीदार हो जाता. തീവ്രമായ ഭക്തി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാവനയനുസരിച്ച് തീർച്ചയായും സാക്ഷാത്കാരം ഉണ്ടാകും. ബാക്കി സദ്ഗതി തോ കിസിക്ക് ഹോത്തി नहीं. ഇനി സദ്ഗതി ആർക്കും തന്നെ ഉണ്ടാവുകയില്ല. वापिस कोई भी जाता नहीं. बाप के बिना वापिस कोई भी ले नहीं जा सकता. ഇനി ആരും തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. ബാബ കൂടാതെ ആർക്കും തന്നെ തിരിച്ചു കൂട്ടാൻ സാധ്യമാവുകയില്ല. ആ കഴിവുണ്ടാവണ്ടേ? तुम इस बने बनाए ड्रामा को जानते हो. तुम्हें आत्मा का यथार्थ ज्ञान है. നിങ്ങൾ ഈ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഡ്രാമയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനവും കൂടി ഉണ്ടായിരിക്കും. ആത്മാ ഹി നരകവാസി, ആത്മാ ഹി സ്വർഗവാസി ബന്ധി. ആത്മാവ് തന്നെയാണ് നരകവാസിയും അതുപോലെ തന്നെ ആത്മാവ് തന്നെ സ്വർഗവാസിയും കൂടി ആക്കുന്നു. ഓം ശാന്തി. रूहानी बच्चों प्रति रूहानी बाप ने ओम शांति का अर्थ भी समझाया.
ആത്മീയ കുട്ടികളുടെ പ്രതി ആത്മീയ ബാബ ഓം ശാന്തിയുടെ അർത്ഥവും മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഓം കോ അഹം അർത്ഥാത് മൈ ഭി കഹാ ജാത. ഓം അതായത് ഞാൻ എന്നുള്ളതാണ് അർത്ഥം. മൈ ആത്മാ മേരാ ശരീർ ദോ ചീസ്. ഞാൻ ആത്മാവാകുന്നു, ഇത് എൻ്റെ ശരീരം. രണ്ട് സാധനങ്ങളായില്ലേ. യഹ് ആത്മാനെ കഹാ ഓം ശാന്തി അർത്ഥാത് ശാന്തി മേരാ സ്വതരം. ആത്മാവ് ഓം ശാന്തി എന്ന് പറഞ്ഞിരിക്കുന്നു, അതായത് ശാന്തി എൻ്റെ സ്വധർമ്മമായിരിക്കുന്നു. ആത്മാ കാ നിവാസ് സ്ഥാൻ ഹെ ശാന്തിധാം അഥവാ പരമധാം. ആത്മാവ് വസിക്കുന്ന സ്ഥാനം ശാന്തിധാം അഥവാ പരമധാമമാണ്. ഓ ഹെ നിരാകാരി ദുനിയ. അപ്പോൾ ആ ലോകം എങ്ങനെയുണ്ടായിരിക്കുന്നു? അത് നിരാകാരിയായിരിക്കുന്ന ലോകമാണ്. ये है साकारी मनुष्यों की दुनिया. मनुष्य में आत्मा है और ये शरीर 5 तत्वों का बना हुआ. ബാബ പറയുന്നു, സാകാരി സൃഷ്ടി മനുഷ്യരുടെ ലോകമാണ്. ഈ സൃഷ്ടി മനുഷ്യരിൽ ആത്മാവുണ്ട്. ഈ ശരീരം 5 തത്വങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്നു. ആത്മാവിനാശി ഹെ ഓ കബ് മർത്തി നഹി. ആത്മാവിൻ്റെ ജ്ഞാനമാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ആത്മാവ് അവിനാശിയാകുന്നു, ആത്മാവ് ഒരിക്കലും മരിക്കില്ല. अब आत्मा का बाप कौन है? शरीर का बाप तो हर एक का अलग अलग है. അപ്പോൾ നിങ്ങൾ പറയൂ, ആത്മാവിൻ്റെ അച്ഛൻ ആരാണ്? ഇനി ശരീരത്തിൻ്റെ അച്ഛന്മാർ എല്ലാവർക്കും ഓരോ ശരീരങ്ങൾക്കും ഓരോ തരത്തിൽ അഥവാ വേറെ വേറെ അച്ഛന്മാർ ഉണ്ടായിരിക്കുന്നു. ശാരീരിക അച്ഛൻ. ബാക്കി സഭി ആത്മാവും കാ ബാപ്പ് एक ही है, परमपिता परमात्मा. उनका असली नाम है शिव. ഇനി സർവ ആത്മാക്കളുടെ പിത ഒരേ ഒരു പരമപിത പരമാത്മാവാണ്. അവരുടെ ശരിക്കുള്ള പേര് ശിവൻ എന്നാണ്. पहले पहले कहते हैं शिव परमात्माये नमः, फिर कहेंगे ब्रह्म देवताये नमः, വിഷ്ണു ദേവതായേ നമഃ. ആദ്യം ശിവനെയാണ് സ്തുതിക്കുന്നത്, ശിവപരമാത്മായേ നമഃ. പിന്നീടാണ് ബ്രഹ്മദേവതായേ നമഃ, വിഷ്ണു ദേവതായേ നമഃ, ശങ്കരദേവതായേ നമഃ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നത്. ഉनको ഭഗവാൻ नहीं कह सकते. ബ്രഹ്മാവിനെയോ വിഷ്ണുവിനെയോ ശങ്കരനെയോ ഭഗവാൻ എന്ന് പറയാൻ സാധ്യമല്ല. सबसे ऊंचे है നിരാകാർ പരമാത്മാ. എല്ലാവരെയും കാളും ഉയർന്നവരാരായിരിക്കുന്നു? നിരാകാരിയായിരിക്കുന്ന പരമാത്മാവ്. फिर है सूक्ष्म देवताए, यहाँ सभी मनुष्य. പിന്നീട് സെക്കൻഡ് സൂക്ഷ്മദേവതകൾ. ഇനി ഈ കർമ്മക്ഷേത്രത്തിൽ എല്ലാവരും മനുഷ്യരാണ്. अब प्रश्न उठता है कि आत्मा का रूप क्या? ഇനി അടുത്തത് ഏതാണ് ചോദ്യം? ആത്മാവിൻ്റെ അച്ഛനാരാണ്? ആത്മാവിൻ്റെ രൂപം എന്തായിരിക്കുന്നു? ആത്മാവിൻ്റെ അച്ഛനെ കുറിച്ച് നാം മനസ്സിലാക്കി. ആത്മാവിൻ്റെ രൂപം എന്താണെന്ന്. ഭാരത് മേ शिव की पूजा करते, ശിവകാശി ശിവകാശി कहते. ഭാരതത്തിൽ ശിവൻ്റെ ആരാധനയാണ് ചെയ്യുന്നത്. ശിവകാശി ശിവകാശി എന്ന് പറയുന്നു. वो लोग लिंग बनाते, कोई बड़ा बनाते कोई छोटा, लेकिन जैसे आत्मा का रूप है वैसे परमात्मा का रूप है. ഇനി ഭക്തരാണെങ്കിലോ ജനങ്ങളാണെങ്കിലോ ലിംഗം നിർമ്മിക്കുന്നു. ചിലത് വലിയ ലിംഗങ്ങളെ ഉണ്ടാക്കുന്നു, ഇനി ചിലത് ചെറിയ ലിംഗങ്ങളാണ്, ചെറുതും വലുതുമായിട്ട്. വാസ്തവത്തിൽ ഏത് തരത്തിൽ ആത്മാവിൻ്റെ രൂപമാണോ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ പരമാത്മാവിൻ്റെ രൂപവും കൂടി സൂക്ഷ്മാതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമാണ്. പരമാത്മാ ഉസ്കോ മിലാക്കർ പരമാത്മ കേത്തെ. പരമമായ ആത്മ ഇതിനെ ചേർത്തപ്പോൾ പരമാത്മാവെന്നാണ് അറിയപ്പെടുന്നത്.
परमात्मा के लिए कोई कहते वो अखंड ज्योति स्वरूप, कोई कहते ബ്രഹ്മ. പരമാത്മാവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയല്ലാണ് പറയില്ല. ചിലർ പറയുന്നു അഖണ്ഡ ജ്യോതി സ്വരൂപം, ഇനി ചിലർ പറയുന്നു ബ്രഹ്മ महातत्व. अब बाबा समझाते जैसे तुम आत्मा बिंदी हो वैसे मेरा रूप भी बिंदु. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, കുട്ടികളെ ഏത് തരത്തിൽ ഏത് പ്രകാരം നിങ്ങൾ ആത്മാക്കൾ ബിന്ദു ആകുന്നുവോ അതുപോലെ തന്നെ എൻ്റെ രൂപവും കൂടി ബിന്ദു ആകുന്നു. जब रुद्र पूजा करते हैं तो उसमें लिंग ही बनाते. രുദ്രപൂജ ചെയ്യുമ്പോൾ ബാബ പറയുന്നത്, ഇപ്പോൾ രുദ്രപൂജ എന്ന് പറയുമ്പോൾ ഏതിൻ്റെയാണ് പൂജ? ലിംഗം തന്നെ ഉണ്ടാക്കി, ലിംഗത്തിൻ്റെ ആരാധനയാണ് നടക്കുന്നത്. शिव का बड़ा लिंग बाकी सालिग्राम छोटे छोटे बनाते. ശിവൻ്റെ വലിയ ലിംഗം, ഇനി ബാക്കി ശിവൻ്റെ ചുറ്റും ലിംഗത്തിൻ്റെ ചുറ്റും ചെറുതായിരിക്കുന്ന സാലിഗ്രാമങ്ങളെയാണ് നിർമ്മിക്കുന്നത്. മനുഷ്യോं को ना यथार्थ आत्मा का ज्ञान है न परमात्मा का. മനുഷ്യർക്ക് പരമാത്മാവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനവുമില്ല, അതുപോലെ തന്നെ ആത്മാവിൻ്റെ യഥാർത്ഥ ജ്ഞാനവും ഇല്ല. ഓ തോ മനുഷ്യ ബാക്കി ക്യാ രഹ. അപ്പം നിങ്ങൾ തന്നെ പറയൂ, ഒരു മനുഷ്യരായിട്ടും സ്വയത്തെക്കുറിച്ചും അറിയില്ല, അച്ഛനെക്കുറിച്ചും അറിയില്ല, മനുഷ്യരായിട്ട് എന്ത് കാര്യം? सब में 5 विकार प्रवेश है. देहाभिमान में आकर एक दो को काटते रहते. സർവരിലും 5 വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദേഹാഭിമാനത്തിൽ വന്നിട്ട് ഒരാൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. ചില വികാരത്തിൽ വശരായി എന്ത് ചെയ്യുന്നു? വികാരത്തിൽ പോകൂ, കാമവികാരത്തിൽ പെടൂ. ये विकार है ही दुख देने वाला. വാസ്തവത്തിൽ ഈ വികാരം തന്നെയാണ് ദുഃഖം കൊടുക്കുന്നത്. कोई मर गया तो दुख हुआ ना. ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിച്ചോളൂ, അപ്പോഴെന്തായിരിക്കുന്നു? ദുഃഖമല്ലേ ഉണ്ടാകുന്നത്. यह भी कांटा लगा. कोई भी मनुष्य को ना आत्मा का ना परमात्मा का रियलाइजेशन. അപ്പോൾ ഈ വികാരം കൂടി എന്തായിരിക്കുന്നു? മുള്ള് തന്നെയാണ്. ഇനി യാതൊരു മനുഷ്യർക്കും ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും അനുഭൂതി ഉണ്ടാവുകയില്ല. ആത്മാവിൻ്റെ അനുഭൂതിയില്ല, പരമാത്മാവിൻ്റെ അനുഭൂതിയും ഇല്ല. ചെയ്യിക്കാൻ വേണ്ടി പരമാത്മാവ് വരണമല്ലോ ഈ സൃഷ്ടിയിൽ, അപ്പോഴല്ലേ നമുക്ക് അനുഭൂതി ചെയ്യാൻ കഴിയൂ. सूरत मनुष्य की सीरत विकारी, इसलिए कहा जाता रावण संप्रदाय, क्योंकि है ही रावण राज्य. സ്വരൂപം മനുഷ്യരുടേതാണ്, ബുദ്ധി വികാരി. ഓം ശാന്തി ശാന്തി ഓം ശാന്തി ശാന്തി. अंतर मन में ज्योति जगा लो, होगा दूर अंधेरा. शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा. से आए अपने आप को जानो. राजयोग के द्वारा अपना परम पिता पहचानो. इसी राजपथ पर चल कर पालो अपना बसेरा.
ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഇതിനാൽ പറയാണ് രാവണൻ്റെ സമ്പ്രദായത്തിലുള്ളവർ. കാരണം ഇത് രാവണൻ്റെ രാജ്യം തന്നെയല്ലോ ഇന്നുണ്ടായിരിക്കുന്നത്, രാവണൻ്റെ രാജ്യം. അതുകൊണ്ട് എല്ലാ രാവണൻ്റെ ബുദ്ധി വികാരി ബുദ്ധിയാണ്. അഭി തും ബച്ചേ രാജയോഗ് സീഖ് രഹി. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കും. രാജയോഗ് ശ്രീകൃഷ്ണ സിഖ്ലാനാസക്. ഇനി രാജയോഗം ഒരിക്കലും ശ്രീകൃഷ്ണ പഠിപ്പിക്കാൻ സാധ്യമല്ല. वो है सतयुग का प्रिंस, उनकी महिमा सर्वगुण संपन्न, हर एक का कर्तव्य महिमा अलग अलग. ഇനി ശ്രീകൃഷ്ണൻ സത്യുഗത്തിൻ്റെ രാജകുമാരനാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മഹിമയാണെങ്കിലോ സർവഗുണസമ്പന്നൻ എന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കർത്തവ്യം വേറെ വേറെയാണ്. പല മഹിമകളും കൂടി വേറെ വേറെ തന്നെ ആയിരിക്കും. പ്രസിഡന്റ് കാ കർത്തവ്യ അലഗ് ഹെ, പ്രൈം മിനിസ്റ്റർ കാ കർത്തവ്യ അലഗ് ഹെ. ബാബ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ അധ്യക്ഷൻ്റെ കർത്തവ്യം വേറെ തന്നെ. അതുപോലെ പ്രൈം മിനിസ്റ്റർ ഉണ്ടാകും, പ്രൈം മിനിസ്റ്ററുടെ കർത്തവ്യം വേറെ തന്നെ. കൊണ്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ടാകും, ഫൈനാൻസ് മിനിസ്റ്റർ, അവരെല്ലാവരുടേതും അവർ ഏത് തരത്തിലുള്ള പദവി നേടിയിരിക്കുന്നത് അത് അനുസരിച്ച് അവരുടെ കർത്തവ്യങ്ങൾ ഉണ്ടായിരിക്കും. അഭി ये तो ऊंचते ऊंचा बेहद का बाप, इनके कर्तव्यों को भी मनुष्य ही जानेंगे, जानवर थोड़े ही जानेंगे. ഇപ്പോൾ ഉയർന്നതിൽ വെച്ച് ഉയർന്ന പരിധിയില്ലാത്ത ബാബയാണ് ഇവിടെ നമ്മെല്ലാവരുടെ സമക്ഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബാബയുടെ കർത്തവ്യം ആരാ മനസ്സിലാക്കുക? അച്ഛൻ്റെ കർത്തവ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരായിരിക്കുന്നു? മനുഷ്യർ തന്നെയല്ലേ, മൃഗങ്ങളല്ലല്ലോ മനസ്സിലാക്കേണ്ടത്. മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട് മനസ്സിലാക്കാനുള്ള കാര്യം. മനുഷ്യ ജബ് തമോ പ്രധാൻ ബൻ ജാത്തെ ഹെ तो एक दो को गाली देते. മനുഷ്യ തമോ പ്രധാനമാകുമ്പോൾ ഒരാൾ മറ്റുള്ളവർക്ക് ആക്ഷേപങ്ങളെ പറയൂ, അഥവാ വഴക്കാണ് പറയുന്നത്, മോശമാണ് പറയുന്നത്. ये है ही पुरानी दुनिया कलियुग, इसको नरक कहा जाता. എന്തുകൊണ്ട് ആക്ഷേപങ്ങളെ പറയുന്നു? ഈ ലോകം പഴയ ലോകം കലിയുഗം, ഇതിനെ നരകം എന്നാണ് പറയുന്നത്. നരക്കത്തിൽ എല്ലാവരുടെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരിക്കും? നരകം പോലെ തന്നെ. വിഷേസ് വേൾഡ് കഹാജാത്ത, വികാരി ലോകമെന്നു അറിയപ്പെടുന്നു. സത്യുഗക്കോ, ഇപ്പോൾ സത്യുഗം ഏത് തരത്തിലുള്ള ലോകമാണ്? സത്യുഗം എത്തരത്തിലുള്ള ലോകം? വൈസ്ലെസ് വേൾഡ് കഹാജാത്ത, നിർവികാരി ലോകം എന്നാണ് പറയുന്നത്. ആത്മാ ഇൻ ആർഗൻസ് ദ്വാര കേത്തി ഹംകോ രാമരാജ്യ ചായി. ആത്മാവ് ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ പറയാണ്, നമുക്ക് ഇപ്പോഴും രാമരാജ്യം ആവശ്യമുണ്ട്. ഹേ പതിത പാവൻ, ആ പാക്കർ പാവൻ ബനാവോ, ശാന്തിധാം സുഖധാം ലേ ജാവോ. അല്ലയോ പതിത പാവനൻ, ഞങ്ങളെ വന്നിട്ട് പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ, ശാന്തിധാം സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ. എല്ലാ തരത്തിലും ബാബയെ നാം ക്ഷണിച്ചു. ബാബ് സമജാത്തെ ഹെ ദുഃഖ് സുഖ കാ ഖേൽ ബനാ ഹുവ. ബാബ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, ദുഃഖവും സുഖത്തിൻ്റെ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. मायाते हारे हार, मायाते जीते जीत. जिसकी पूजा करते हैं उनके ऑक्യുപ്പേഷൻ को बिल्कुल नहीं जानते. ആരുടെ ആരാധന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തുവോ അവരുടെ ഓക്യുപ്പേഷൻ തികച്ചും അറിയാത്ത അവസ്ഥയിലാണ്.
അപ്പോൾ ഈ അറിയാത്ത അവസ്ഥയിലുള്ള മനുഷ്യരെ എന്ത് പറയാ? ഏതവസ്ഥയെന്നാണ് പറയേണ്ടത്? ഇസ്കോ കഹാ ജാത്ത അന്ധശ്രദ്ധ അഥവാ ഗുഡിയോം കി പൂജ. ഇതിനെയാണ് അന്ധശ്രദ്ധ എന്ന് പറയുന്നത്, അഥവാ ബൊമ്മ പൂജ. ബൊമ്മ പൂജ ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി ബൊമ്മയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, പാവങ്ങൾ, അതുപോലെയാണ്. ജैसे बच्चे गुड़िया बनाकर खेल पाल कर फिर तोड़ देते. ഇപ്രകാരം കുട്ടികൾ കളിക്കുന്ന സമയത്ത് 3-4 കുട്ടികളുണ്ടെങ്കിൽ പരസ്പരം ചേർന്ന് അവർ ബൊമ്മയെല്ലാം ഉണ്ടാക്കും. ബൊമ്മ അഥവാ കളിപ്പാട്ടകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കളിച്ചു കഴിഞ്ഞ ശേഷം എന്താണ് ചെയ്യുന്നത്? അതിനെല്ലാം തകർത്തി കളയും. ശിവ പരമാത്മായെ നമഃ കേത്തെ പരന്തു അർത്ഥ നഹി ജാനത്തെ. അതുപോലെ തന്നെ മനുഷ്യ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ആരാധനയിലേക്ക് വേണ്ടി ശിവലിംഗത്തെയോ സാലിഗ്രാമങ്ങളെ നിർമ്മിക്കുന്നു. പൂജാകാര്യങ്ങൾ പൂർത്തിയായതിനു ശേഷം എല്ലാം തകർത്തിയാളെ. പരമാത്മാവേ നമഃ എന്ന് പറയുന്നു, പരമാത്മായേ നമഃ. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് എന്നുള്ളത് ഭക്തർക്ക് അറിയില്ല. शिव तो है ऊंचते ऊंचा बाप, बाप को भी പ്രജാപിത कहते. ശിവ് ബാബയാണെങ്കിലോ ഉയർന്നതിൽ വെച്ച് ഉയർന്ന അച്ഛനാണ്. ഇനി ബ്രഹ്മാവിനെ പ്രജാപിതാവെന്നാണ് വിളിക്കുന്നത്. പ്രജാമാന ഹി മനുഷ്യ സൃഷ്ടി. ശിവ ഹേ ആത്മാവും കാ ബാപ്പ്. പ്രജ അതായത് മനുഷ്യ സൃഷ്ടിയാണ്. ഇനി ശിവൻ ആത്മാക്കളുടെ അച്ഛനാണ്. സഭിക്കോ 2 ബാപ്പ് ഹെ. എല്ലാവർക്കും 2 അച്ഛന്മാരുണ്ട്. परंतु सभी आत्माओं का बाप शिव, उनको दुखहर्ता सुखकर्ता कहा जाता, कल्याणकारी भी कहते हैं. സർവ ആത്മാക്കളുടെ പിതാ ശിവനാണ്. അവരെയാണ് ദുഃഖഹർത്താവ് സുഖകർത്താവെന്ന് വിളിക്കുന്നത്, അഥവാ മംഗളകാരി എന്നു കൂടി വിളിക്കുന്നു. ദേവതാം കി ഫിർ മഹിമ ഗാത്തെ. അപ്പോൾ ദേവന്മാരുടെ മഹിമ എന്തായിരിക്കുന്നു? ആപ്പ് സർവഗുണ സമ്പന്ന, ഹം നീച്ച് പാപ്പി, ഹമാരെ മേ കോയി ഗുണ നാഹി. ഈ എല്ലാ തരത്തിലും സ്വയത്തെ ശപിക്കുന്നു. എന്തെന്നാണ്? അങ്ങ് സർവഗുണ സമ്പന്നരാണ്, നാം നീച്ചരാണ്, പാപ്പികളാണ്, ഞങ്ങളിൽ യാതൊരു ഗുണവുമില്ല. ബിൽക്കുൽ തുച്ഛബുദ്ധി ദേവതായ സ്വച്ഛബുദ്ധിത്തെ. ഇപ്പോൾ ഇന്നത്തെ ഈ സമയത്ത് മനുഷ്യരുടെ അവസ്ഥ തീർത്തു തുച്ഛബുദ്ധിയുള്ളവരാണ്. ദേവതാത്മാക്കൾ സ്വച്ഛബുദ്ധിയുള്ളവരായിരുന്നു, സതോ പ്രധാന ബുദ്ധി. യഹാ ഹേ സബ് വികാരി പതീത് ഇസിലിയെ ഗുരു കർത്തെ. ഇവിടെയാണെങ്കിലും എല്ലാവരും വികാരികളാണ്, പതീതരാണ്. അതുകൊണ്ടല്ല ഇന്ന് എന്തെങ്കിലും വിശേഷമായി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഗുരുക്കന്മാരെ ഉണ്ടാക്കുന്നത്, ഗുരുവിൻ്റെ ആശ്രയത്തിലേക്ക് പോകുന്നത്. ഗുരു വഹ് ജോ സദ്ഗതി കരെ. ആരാണ് സദ്ഗതി ഉണ്ടാക്കുന്നത്? അവരാണ് ഗുരു. ഗുരു കിയാ ഹി ജാത്ത വാനപ്രസ്ഥമേ. അപ്പോൾ ഗുരുവിൻ്റെ ആശ്രയത്തിൽ എന്നാണ് പോവുക? വാനപ്രസ്ഥ 60 വർഷത്തിന് ശേഷം. 60 വർഷമാകുമ്പോഴാണ്, പ്രായം 60 ആകുമ്പോൾ വാനപ്രസ്ഥാവസ്ഥയിലേക്കാണ് പോകുന്നത്. ഗുരുവിൻ്റെ ആശ്രയത്തിലേക്ക് പോകും. कहते हैं हम भगवान के पास जाने चाहे. പറയാണ് എല്ലാ ഉത്തരവാദിത്വങ്ങളെ കുട്ടികൾക്ക് ഏൽപ്പിച്ച് അവർ പറയാണ് നാം വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. സത്യുഗമേ വാനപ്രസ്ഥ അവസ്ഥ കെഹത്തേനെ. ഇനി സത്യുഗത്തിൽ വാനപ്രസ്ഥ എന്നുള്ള ശബ്ദപ്രയോഗം ഉണ്ടാവുകയില്ല. വഹാ യേ മാലൂം രഹത്താ കി ഹംകോ ഏക് ശരീർ ഛോഡ് ദൂസറാ ലേന. സത്യുഗത്തിൽ ഈ സ്മൃതി ഉണ്ടായിരിക്കുന്നു, നമുക്ക് ഒരു ശരീരം ഉപേക്ഷിച്ച് ഇനി അടുത്ത ശരീരം നേടണം. യഹ മനുഷ്യ ഗുരു കർത്തെ മുക്തി മേ ജാനെ കെ ലിയെ. മുക്തിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ ഗുരുവെ ഉണ്ടാക്കുന്നത്, ഗുരുവിൻ്റെ ആശ്രയത്തിലേക്ക് പോകുന്നത്. പരന്തു സദ്ഗതിയിലേക്ക് പോകാൻ പറ്റുമോ? ബാബ പറയുന്നു, പക്ഷേ
കോയി ബി ജാത്തേനെ, ആരും തന്നെ സദ്ഗതിയിലേക്ക് പോകുന്നില്ല. ഏ ഗുരു ലോക സബ് ഭക്തി മാർഗയ്ക്ക്, കാരണം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാരെല്ലാവരും ഭക്തി മാർഗത്തിൻ്റേതാണ്. ശാസ്ത്ര ബി സഭി ഭക്തി മാർഗയ്ക്ക്, അതുപോലെ തന്നെ ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിൻ്റെ തന്നെയാണ്. ഏ ബാബ സംജാത്തെ ഹേ ബാപ്പ് ഏക്കി ഹേ വഹി ഭഗവാൻ. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ ഭഗവാൻ ഏകനാണ്, അവർ തന്നെയാണ് ഭഗവാൻ. അച്ഛൻ ഒന്നേ ഉള്ളൂ, അവരാണ് ഭഗവാൻ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യക്കോ ഭഗവാൻ കൈസെ കഹ സക്തെ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, മനുഷ്യരെ എങ്ങനെയാണ് ഭഗവാൻ എന്ന് പറയാൻ സാധിക്കുക? യഹാ തോ സഭീകോ ഭഗവാൻ കഹത്തെ രഹത്തെ. ഇന്ന് ഈ ലോകത്തിൽ എല്ലാവരും ഭഗവാൻ ഭഗവാൻ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഭഗവാൻ ഭഗവാൻ, സ്വാമി സ്വാമി എന്ന് പറയും. സായി ബാബ ബി ഭഗവാൻ, ഹം ബി ഭഗവാൻ, തും ബി ഭഗവാൻ. ഇന്ന് മനുഷ്യരുടെ അവസ്ഥ ഈ തരത്തിലാണ്. സായിബാബയും കൂടി ഭഗവാനായിരിക്കുന്നു, ഞാനും ഭഗവാൻ, നിങ്ങളും ഭഗവാൻ, ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു. ഭഗവാൻ ആരാണെന്നോ ഭഗവാന്റെ ക്വാളിഫിക്കേഷൻ മഹിമകളെ ഒന്നും തന്നെ അറിയില്ല. പത്തർ ബിത്തർ സബ്മേ ഭഗവാൻ തോ പത്തർ ബുദ്ധി ടേരേന. കല്ലിലും മണ്ണിലും എല്ലാത്തിലും ഭഗവാനുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള അഭിപ്രായമുള്ളവർ ഏ തരത്തിലാണ് അറിയപ്പെടുന്നത്? കല്ല് ബുദ്ധി എന്നാണ്. തുമ്പി പേലെ പത്തർ ബുദ്ധി നരകവാസി തേ. നിങ്ങളും കൂടി ആദ്യം ആരായിരുന്നു? കല്ല് ബുദ്ധി, ശിലാബുദ്ധി, അതുപോലെ നരകവാസികളായിരുന്നു. അഭി തും ഹോ സംഗമയുഗി. ഇപ്പോഴും നിങ്ങൾ ആരായിരിക്കുന്നു? സംഗമയുഗി ബ്രാഹ്മണരാണ്. മഹിമ സാരി സംഗമയുഗയ്ക്ക് പുരുഷോത്തം മാസ് മനാത്തി. മഹിമ മുഴുവനും സംഗമയുഗത്തിൻ്റേതാണ്. ഇവിടെ പരമാത്മാവ് നേരിട്ട് വന്ന് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരികയും പ്രാക്ടിക്കലായി പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് മഹിമകളെല്ലാം ഈ സംഗമയുഗത്തിൻ്റേതാണ്. ഇനി ഭക്തിയിൽ പുരുഷോത്തമ മാസമായി ആചരിച്ച് വരുന്നു, ആഘോഷിക്കുന്നു. പരന്തു ഉസ്മേ കോയി ഉത്തമ പുരുഷ ബന്ധേ നഹി. പുരുഷോത്തമ മാസം ഭക്തിപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആഘോഷിച്ച് വരുന്നു. പക്ഷേ ആഘോഷിച്ചവരോ അഥവാ ഭക്തിയിൽ മുഴുകിയവരാരും തന്നെ ഉത്തമ പുരുഷന്മാർ ആയിട്ടേ ഇല്ല. പുരുഷോത്തമ മാസം ആഘോഷിച്ചിട്ട് എന്ത് കാര്യമായി? തും അഭി മനുഷ്യ സേ ദേവത കിത്തനെ ഉത്തമ പുരുഷ ബന്ധേ ഹോ. നിങ്ങളിപ്പോഴും മനുഷ്യരിൽ നിന്ന് ദേവത എത്രമാത്രം ഉത്തമ പുരുഷന്മാർ ആയിക്കൊണ്ടിരിക്കുന്നു. ബാബാ കേത്തെ മൈ കൽപ്പ് കെ സംഗമയുഗേ ഭാരത് കോ പുരുഷോത്തം ബനാനെ ആത്ത. ബാബ പറയാണ്, ഞാൻ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ ഭാരതത്തെ പുരുഷോത്തമനാക്കി മാറ്റുന്നതിന് ഞാൻ വരുന്നു. तो यह भी बच्चों को समझाया जैसे आत्मा बिंदी है वैसे परमपिता परमात्मा भी बिंदी. ഈ വിഷയം കൂടി കുട്ടികൾക്ക് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഏത് തരത്തിൽ ആത്മാവ് ബിന്ദുവായിരിക്കുന്നുവോ അതുപോലെ പരമാത്മാവും കൂടി ബിന്ദുവാകുന്നു. കേത്തെ ബ്രുക്കുട്ടിക്ക് ബീച്ച് മേ ചമക്ത അജബ് സിതാര. ഇനി ആത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ബ്രുക്കുട്ടിയുടെ മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ്. ആത്മസൂക്ഷ്മ ഹേ ഉनको ബുദ്ധി സേ ജാനാ ജാത്ത. ആത്മാവിനെ ഈ ഭൗതിക കണ്ണുകളിലൂടെ കാണാൻ സാധ്യമല്ല, കാരണം ആത്മാവ് അതിസൂക്ഷ്മമാണ്. അപ്പം അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മാവിനെ ബുദ്ധിയിലൂടെ അഥവാ വിവേകത്തിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. इन आंखों से देखा नहीं जा सकता, ദിവ്യ ബുദ്ധി സെ ദേഖ് സക്തെ. ഇനി എങ്ങനെയാണ് കാണാൻ കഴിയും? ദിവ്യ ബുദ്ധിയിലൂടെ കാണാൻ സാധിക്കും. समझो कोई तीव्र भक्ति करते हैं उससे दीदार होता, परंतु उनसे मिला क्या? कुछ नहीं. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, ആരെങ്കിലും തീവ്രമായ ഭക്തി ചെയ്തു എന്ന് വിചാരിച്ചോ? തീവ്രമായ ഭക്തി ചെയ്തപ്പോൾ ആ ഭക്തിയുടെ ഫലമായി സാക്ഷാത്കാരം ഉണ്ടാകും.
സാക്ഷാത്കാരത്തിലൂടെ എന്ത് ലഭിച്ചു? ഒന്നും തന്നെ പ്രാപ്തമായിട്ടില്ല. ദീദാർ സെ സദ്ഗതി തോ ഹോ നാ സക്കേ. ദീദാരത്തും സാക്ഷാത്കാരത്തിലൂടെ ഒരിക്കലും സദ്ഗതി ഒന്നും ഉണ്ടാവാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ സത്യമായ അവസ്ഥയിലേക്ക് ആർക്കും തന്നെ പോകാൻ കഴിയില്ല. സദ്ഗതി ദാത്ത ദുഃഖഹർത്ത സുഖകർത്ത തോ ഏകീ ബാപ്പ്. സദ്ഗതി ദാതാവ്, ദുഃഖഹർത്താവ്, സുഖകർത്താവ് ഒരേ ഒരു ബാബ മാത്രമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ സദ്ഗതി ദാത്ത, ദുഃഖഹർത്ത, സുഖകർത്താവ് ആരാണ്? ഒരേ ഒരു ഭഗവാൻ. ये दुनिया ही विकारी, साक्षात्कार से कोई स्वर्ग में नहीं जाते. ഈ ലോകം മുഴുവനും വികാരി ലോകമാണ്. സാക്ഷാത്കാരത്തിലൂടെ ആരും തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. സാക്ഷാത്കാരം കണ്ടു എന്ന് വിചാരിച്ചോ, എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സംസ്കാരങ്ങൾ നേടണോ? സംസ്കാരങ്ങൾ ഞങ്ങൾ നേടണമെങ്കിൽ പഠിക്കണോ? രാജയോഗം പഠിക്കണോ? രാജയോഗത്തെ പ്രാക്ടിക്കലായി ഞങ്ങൾ അഭ്യസിക്കും വേണോ? അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക. शिव की भक्ति की दीदार हुआ फिर क्या हुआ? वापिस तो बाप बिगर कोई ले जा नहीं सकते. ബാബ പറയുന്നു ശിവൻ്റെ ഭക്തി ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെ കൂടി സാക്ഷാത്കാരം ഉണ്ടായി. സാക്ഷാത്കാരം ഉണ്ടായിട്ട് എന്ത് കാര്യവും? വീട്ടിലേക്ക് ആരും തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ലല്ലോ. ബാബ കൂടാതെ ആർക്കും തന്നെ വീട്ടിലേക്ക് കൂട്ടാൻ സാധ്യമാവുകയില്ല. യേ ഹെ ബനാ ബനായ ഡ്രാമ, कहते बनी बनाई बन रही परंतु अर्थ जरा भी नहीं जानते. ഇത് ഉണ്ടാക്കപ്പെട്ട ഡ്രാമയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് നിർമ്മിക്കപ്പെട്ടത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പറഞ്ഞൊന്നേ ഉള്ളൂ, ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. ആത്മാ കാ ഭി ജ്ഞാൻ നഹീ ഹൈ, വോ തോ कहते ഹർ ഏക് ആത്മാ 84 ലാഖ് ജനം ലേത്തി. ആത്മാവിൻ്റെ ജ്ഞാനവും പോലും ഇല്ല. ആത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ആത്മാവ് 84 ലക്ഷ ജന്മങ്ങളെ എടുക്കുന്നു. 84 ലക്ഷ ജന്മങ്ങളെയാണോ എടുക്കുന്നത് ആത്മാവ്? എത്ര ജന്മങ്ങളെടുക്കും? 84. ഉസ്മേ ഏക് മനുഷ്യ ജനം ദുർലഭ ഹോത്ത. അവരുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ജന്തു നാം നരജന്മ ദുർലഭം എന്ന്. കുറേ ലക്ഷക്കണക്കിന് ജന്മങ്ങൾ എടുക്കുന്നു, അതിൽ അവസാന മനുഷ്യൻ്റെ ജന്മമാണ് വളരെ ദുർലഭമായ ജന്മമെന്ന്. परंतु ऐसी कोई बात नहीं है, मनुष्य का तो बड़ा पार्ट चलता. അവർ വിചാരിച്ച തരത്തിലല്ല സംഭവം. മനുഷ്യരുടെ വളരെ ദീർഘമായ പാർട്ടാണ് നടന്നുകൊണ്ടും ഇരിക്കുന്നത്. സുദീർഘമായിരിക്കുന്ന യാത്രയാണിത്. മനുഷ്യ ഹി സ്വർഗവാസി അവർ മനുഷ്യ ഹി നരകവാസി ബന്ധ. മനുഷ്യർ തന്നെ സ്വർഗവാസിയും ആകുന്നു, മനുഷ്യർ തന്നെ നരകവാസിയും ആകുന്നു. ഭാരത് ഹി സബ്സെ ഊഞ്ച് ഖണ്ഡത ലക്ഷ്മി നാരായൺ കാ രാജ്യത. ഭാരതം തന്നെ ഉന്നത ഖണ്ഡമായിരുന്നു. ആ ഖണ്ഡത്തിൽ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. വഹാ തോ ബഹോത് തോടെ മനുഷ്യത്തെ. അവിടെ വളരെ ജനസംഖ്യ വളരെ കുറവായിരുന്നു. ഏക് ധരം ഏക് മത് തി. ആ സമയത്ത് ഒരു ധർമ്മമുണ്ടായിരുന്നു, ഒരു മതമുണ്ടായിരുന്നു. ഭാരത് സാരെ വിശ്വ കാ മാലിക് താ അവർ കൊയ് ധരം നഹീ താ. അന്നേരം ഭാരതം മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ആ സമയത്ത് വേറെ യാതൊരു ധർമ്മവും ഇല്ലായിരുന്നു. യേ ഹെ പഠായി. യേ കൗൻ പഠാത്ത. ഇതാണ് പഠിപ്പ്. ആരാണ് പഠിപ്പിക്കുന്നത്? ആരാ പഠിപ്പിക്കുന്നത്? ആരായിരിക്കുന്നു? ഭഗവാൻ വാച कि मैं तुमको इस राजयोग द्वारा राजाओं का भी राजा बनाता. ഭഗവാൻ വാച, ഞാൻ നിങ്ങൾക്ക് രാജയോഗത്തിലൂടെ മഹാരാജാക്കന്മാരെയാക്കി മാറ്റുന്നു. കൊണ്ട് രാജയോഗം പഠിക്കണ്ടേ? അന്നേരം മഹാരാജാക്കന്മാരാകണമെങ്കിൽ भगवान ने किसको ज्ञान सुनाए? गीता से फिर क्या हुआ ये किसको मालूम ही नहीं है.
ഭഗവാൻ ആർക്കാണ് ഗീതാജ്ഞാനം ഉപദേശിച്ചത്, ഗീതയിലൂടെ പിന്നെ എന്താണ് സംഭവിച്ചത്, ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഗീതയ്ക്ക് ബാദ് ഹേ മഹാഭാരത്, ഗീതയുടെ ശേഷമാണ് മഹാഭാരത്. കൗരവ, പാണ്ഡവ, യാദവ എല്ലാവരും ഉണ്ടാകും. ഗീതമേ രാജयोग, ഭഗവാൻ വാച്ച് മാമേക്കം യാദ് കരോ തോ തുമാരെ പാപ് ഭസം ഹോങ്കെ. ഗീതയിലാണ് രാജയോഗത്തെക്കുറിച്ച് എഴുതപ്പെട്ടതായിരിക്കും, അഥവാ രാജയോഗമുണ്ടായിരിക്കും. ഭഗവാൻ വാച്ച, എന്നെ മാത്രം ഓർമ്മിക്കും എങ്കിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഭസ്മമാകും. मन मनाभव का अर्थ ही ये है कि बाबा कहते तुम जो सूर्यवंशी पूज्य थे वो फिर पुजारी ശൂദ്രവംശി बन गए. മന്മനാഭവ ഈ ശബ്ദത്തിൻ്റെ അർത്ഥവും കൂടി ഇതാണ്. ബാബ പറയുന്നു, നിങ്ങൾ ആരാണോ സൂര്യവംശി പൂജ്യരായിരുന്നത് അവർ തന്നെ വീണ്ടും പൂജാരി ശൂദ്രവംശജരായി മാറിയിരിക്കുന്നത്. ഓ, സൂര്യവംശജരെല്ലാവരും എത്തരത്തിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നതിന്ന്? എന്തായിരിക്കുന്നു? ശൂദ്രവംശജർ. विराट रूप का भी अर्थ तुम बच्चे ही जानते हो. विराट रूप में जो दिखाते हैं उसमें ब्राह्मणों को गुम कर दिया. വിരാട്ട രൂപത്തിൻ്റെ അർത്ഥവും കൂടി നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. വിരാട്ട രൂപത്തിൽ ഏതാണോ കാണിക്കുന്നത് അതിൽ അത്യുത്തമരാണ് ബ്രാഹ്മണർ, കുടുംബസമാനം. അതിനെ ഗുപ്തമാക്കിയിരിക്കുന്നു ഭക്തിമാർഗത്തിൻ്റെ വിരാട്ട രൂപത്തിൻ്റെ ചിത്രത്തിൽ. ब्राह्मण तो बहुत गाए जाते, പ്രജാപിത ബ്രഹ്മാക്കി സന്താനഹേന. ധാരാളം ബ്രാഹ്മണർ എന്നുള്ള ഗായനമാണ്. ഒന്നോ രണ്ടോ ബ്രാഹ്മണരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത്ര മഹായജ്ഞത്തെ നോക്കണ്ടേ. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ് ബ്രാഹ്മണർ. ബാപ്പ് ബ്രഹ്മാ ദ്വാര രചന രചിത്തെ അഡാപ്റ്റ് കർത്തെ. ശിവ് ബാബ ബ്രഹ്മാവിലൂടെയാണ് രചന രചിക്കുന്നത്, ദത്തു എടുക്കുന്നത്. അപ്പം നമ്മെല്ലാവരും ദത്തു എടുക്കപ്പെട്ടവരാണ്. अब तुम हो ऊंच ब्राह्मण, तुमको रचने वाला ऊंचते ऊंचा भगवान जो सबका बाप. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങളാണ് അത്യുന്നതരായിരിക്കുന്ന ബ്രാഹ്മണർ, നിങ്ങൾ രചിക്കുന്നവരും അത്യുന്നതരായിരിക്കുന്ന ഭഗവാൻ. ആരാണോ സർവരുടെ പിതാവായിരിക്കുന്നു. ബ്രഹ്മാ കാ ഭി വോ ബാപ്പ് ഹെ, സാരി രചന കാ വോ ബാപ്പ് ഹെ. ബ്രഹ്മാവിൻ്റെ അച്ഛനും കൂടി അവർ തന്നെയാണ്. മുഴുവൻ സൃഷ്ടിയുടെ രചനയുടെ അച്ഛനും കൂടി ബാബ തന്നെയാണ്. രചന ഹോ ഗൈ സബ് ബ്രദേഴ്സ്. അപ്പോൾ രചനകളെല്ലാവരും പരസ്പരത്തിൽ സഹോദരങ്ങളായില്ലേ. വർഷ ബാപ് സെ മിൽത്ത നാക്കി ഭായ് സെ. സമ്പത്ത് ആരാണ് നൽകാൻ കഴിയൂ? സഹോദരങ്ങൾ തരുമോ? സഹോദരങ്ങളാണോ തരുന്നത്? അല്ല, അച്ഛനാണ് സമ്പത്ത് കുട്ടികളായ നമുക്ക് നൽകുന്നത്. മറ്റെല്ലാവരും കൂടി ആരായിരിക്കുന്നു? ഞങ്ങളെ സഹോദരാത്മാക്കൾ. സഹോദരാത്മാക്കൾ ഒരിക്കലും സമ്പത്ത് നൽകാൻ സാധ്യമല്ല. शिव जयंती भी मनाई जाती. आज से 5000 वर्ष पहले ब्रह्मा तन में शिव बाबा आया था. ശിവജയന്തി കൂടി ആഘോഷിക്കുന്നു. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ ശിവബാബ അവതരിച്ചതായിരുന്നു. ദേവി ദേവത ധർമ്മ സ്ഥാപൻ കിയാത്ത. അവതരണം എടുത്തിട്ട് എന്താ ചെയ്തതായിരുന്നത്? ദേവി ദേവത ധർമ്മം സ്ഥാപിച്ചതായിരുന്നു. ബ്രാഹ്മൺ ഹി രാജയോഗ സീഖേത്തെ. അന്നേരം രാജയോഗം പഠിക്കുന്നതിന് വേണ്ടി ആര് വന്നതായിരുന്നു? ബ്രാഹ്മണർ തന്നെ രാജയോഗം പഠിച്ചതായിരുന്നു. വഹ് തും അബ് സീഖ് രഹേ ഹോ ഭാരത് പെഹലെ ശിവാലയ ത. ഇപ്പോൾ അതിനെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേ രാജയോഗത്തെ. ഭാരതം ആദ്യം ശിവാലയമായിരുന്നു. शिव बाबा ने शिवालय रचा और भारतवासी ही स्वर्ग में राज्य करते थे. ശിവബാബയാണ് ശിവാലയമായ സ്വർഗത്തെ രചിച്ചത്. ഇനി ഭാരതവാസികൾ തന്നെയാണ് സ്വർഗത്തിൽ രാജ്യം ഭരിച്ചതായിരുന്നു. ഭാരതവാസികളല്ലേ?
സ്വർഗത്തിൽ രാജ്യം ഭരിച്ചതായിരുന്നു. അബ് കഹാ രാജ്യ കർത്തേ അപ്പതീത് ദുനിയ നരക്. ഇപ്പോൾ എവിടെയാണ് രാജ്യം ഭരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം ഇപ്പോഴ് പതീത ലോകമാണ്, നരകമായിരിക്കുന്നു. ये कोई समझते नहीं कि हम നരകവാസി, നാം നരകവാസികളായിരിക്കുന്നു എന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കുന്നേയില്ല. कहते फलाना मरा स्वर्गवासी हुआ, तो अपने को നരകവാസി समझना चाहिए ना. ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിച്ചോളൂ, അപ്പോഴെന്താ പറയുന്നത്? സ്വർഗവാസിയായി. അപ്പോൾ സ്വയത്തെ നരകവാസിയെന്നു മനസ്സിലാക്കണമല്ലോ. ശരിക്കും നരകവാസികളല്ലേ? ആരെങ്കിലും മരിച്ച സ്വർഗവാസിയായി. അപ്പം നാം എവിടെയാണ്? നരകവാസി തന്നെ. അതും പോലും മനസ്സിലാക്കാനുള്ള മനോസ്ഥിതി ഇല്ല മനുഷ്യർക്ക്. ബാബ कहते मैंने तुम बच्चों को स्वर्गवासी बनाया था जिसको 5000 वर्ष हुई. ബാബ പറയാണ്, കുട്ടികളെ, ഞാൻ നിങ്ങളെ സ്വർഗവാസിയാക്കിയതായിരുന്നു. 5000 വർഷങ്ങളെയാണ് തികഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്വർഗവാസികളായിട്ട് 5000 വർഷങ്ങൾ തികഞ്ഞു. पहले तुम बहुत साहूकार थे, सारे विश्व के मालिक थे, तो ऐसा ज़रूर गॉड ने ही बनाया होगा ना. ആദ്യം നിങ്ങൾ വളരെയധികം ധനവാൻ സമ്പന്നരായിരുന്നു, മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ആരാക്കിയതായിരിക്കുക? സ്വയം ഗോഡ് തന്നെയല്ലേ നിങ്ങളെ ഈ തരത്തിൽ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റിയത്. ഭഗവാൻ വാച്ച मैं तुमको राजाओं का राजा बनाता तो ज़रूर राजा भी बनेंगे तो प्रजा भी बनेंगे. ഭഗവാൻ വാച്ച, ഞാൻ നിങ്ങളെ രാജാക്കന്മാരാക്കി മാറ്റുന്നു, അപ്പോൾ തീർച്ചയായിട്ടും രാജാവും കൂടിയാകുന്നു, അതുപോലെ തന്നെ പ്രജകളും കൂടി ഉണ്ടാകുമല്ലോ. രാജാക്കന്മാരും വേണം, പ്രജകളും കൂടി വേണം. ആധാ കൽപ്പ ഹേ ദിൻ സ്വർഗ്, ആധാ കൽപ്പ ഹേ രാത്ത് നരക്ക്. അരകൽപ്പം പകലാണ്, ഇനി അരകൽപ്പം രാത്രി, നരക്കം. ബ്രഹ്മത്തോ ഏക് ബാർ ആയേഗ ന. ഇപ്പോൾ ബ്രഹ്മാവ് എത്ര പ്രാവശ്യമാണ് വരുന്നത്? ഒറ്റ ഒരു പ്രാവശ്യമാണ്. ബാപ്പ് ഹേ സബ്കി റുഹാനി പണ്ഡ. ഇപ്പോൾ ശിവബാബ ആരായിരിക്കുന്നു? സർവരുടെ ആത്മീയ വഴികാട്ടി. ഓ സഭീക്കോ വാപ്പിസ് ലേ ജാത്തെ. അവർ സർവരെയും ഈ നരക്കത്തിൽ നിന്നു വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. വഹാ സെ ഫിർ മൃത്യുലോകമേ നഹി ആയെങ്കിൽ. പിന്നെ വീട്ടിലേക്ക് പോയതിന് ശേഷം വീട്ടിൽ നിന്നു ഞങ്ങൾ വീണ്ടും മൃത്യുലോകത്തിലേക്ക് വരികയില്ല. അന്ധോം കി ലാഠി ഏക് ഹി ബാപ്പ് ഹെ. അന്ധന്മാരുടെ ഊന്നുവടി ആരായിരിക്കുന്നു? ഒരേ ഒരു ബാബ മാത്രം. ബാബ് സമജാത്തെ ബച്ചേ ഇസ് രാവണ രാജ്യ കാ വിനാശോന. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഈ രാവണൻ്റെ രാജ്യത്തിൻ്റെ വിനാശവും സംഭവിക്കണം. യേ വഹി മഹാഭാരത് ലടായി. 5000 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അതേ മഹാഭാരത യുദ്ധമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യത്തോ കുച്ച് ഭീ നഹി സമജ്തേ. ഭാരതവാസി ആപേ ഹി പൂജ്യ ആപേ ഹി പൂജാരി ബന്ത്. മനുഷ്യർക്ക് ഒന്നും തന്നെ വിവരമില്ല. ഭാരതവാസി സ്വയം തന്നെ പൂജ്യരും സ്വയം തന്നെ പൂജാരിയും ആക്കുന്നു. सीढ़ी उतरते उतरते वाम मार्ग में चले जाते तो പൂജാരി ബൻ ജാത്തെ. ജീവിതത്തിൻ്റെ ഏണിപ്പടികളെ ഇറങ്ങി ഇറങ്ങി ബാബ പറയുന്നത് എല്ലാവരും എന്തായി മാറുന്നു? വാമമാർഗത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് എല്ലാവരും പൂജാരിയായി തീരുന്നത്. पहले हम सब पूज्य सूर्यवंशी थे, फिर 2 कला कम चंद्रवंशी हुए, फिर उतरते उतरते पूजारी बने. ആദ്യം നാം എല്ലാവരും പൂജ്യ സൂര്യവംശജരായിരുന്നു. പിന്നീട് 2 കലകൾ കുറഞ്ഞപ്പോൾ ചന്ദ്രവംശജരായി. പിന്നീട് ജീവിതമാകുന്ന ഏണിപ്പടികളെ ഇറങ്ങി ഇറങ്ങി പൂജാരിയായി മാറിയിരിക്കുന്നു. പഹലെ പഹലെ പൂജ ഹോത്തി ഹേ കിസ്കി. ആദ്യം ആരുടേതാണ് പൂജ നടക്കുന്നത്? ആരുടേതാ? ശിവ്ക്ക്.
उसको ಅವ್ಯഭിಚಾರಿ പൂജ कहा जाता. ആ പൂജയാണ് ಅವ್ಯഭിಚಾരി പൂജ എന്ന് പറയുന്നത്. अब बाबा कहते एक निराकार बाप को याद करो और कोई भी देहधारी को याद नहीं करना. ബാബ പറയുകയാണ്, നിരാകാരിയായിരിക്കുന്ന ബാബയെ മാത്രം ഓർമ്മിക്കും, മറ്റ് യാതൊരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. बुलाते हे पतिता पावन आकर हमको पावन बनाओ, तो मेरे बिगर कोई कैसे पावन बना सकते. നിങ്ങളെല്ലാവരും ക്ഷണിച്ചത് എങ്ങനെയാണ്? അല്ലയോ പതീത പാവന, വരൂ ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഞാൻ കൂടാതെ വേറെ ആർക്കാണ് പാവനമാക്കി മാറ്റാൻ സാധിക്കുക? सीडी में दिखाया कि कलियुग के अंत में क्या है. सीडी ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു കലിയുഗത്തിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവങ്ങളെന്നുള്ളത്. ये सारा ड्रामा बाबा പറയുന്നു, 5 तत्वों की भक्ति करते हैं, साधु सन्यासी ब्रह्म की साधना करते. 5 തത്വങ്ങളുടെ പൂജയും അഥവാ ഭക്തിയും കൂടി ചെയ്യുന്നു. സാധു സന്യാസിമാർ ബ്രഹ്മ അഥവാ തത്വത്തിൽ ലയിക്കാനുള്ള സാധനയാണ് ചെയ്യുന്നത്. സ്വർഗമേ യേ കോയി ബി ഹോത്തേനെ, സ്വർഗത്തിൽ ഈ സന്യാസിമാരൊന്നും ഉണ്ടാവുകയില്ല. അവർ വീട്ടിനെ കുറിച്ചാണ് ഓർമ്മിക്കുന്നത്, വീട്ടിൽ ലയിക്കാനുള്ള ലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത്. അവർക്ക് ഭഗവാൻ ആരാണെന്നുള്ള സത്യപരിചയം ഇല്ല. അതുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് വരാനുള്ള പഠിപ്പും കൂടി പഠിക്കാതെ ഇരിക്കുന്നു. ये सारा ड्रामा भारत पर ही बना हुआ. ഈ മുഴുവൻ ഡ്രാമ കളി ഭാരതത്തിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 84 जन्म लेंगे यहाँ ഭക്തി മാർഗ് की कोई ദന്തകഥായേ नहीं. ഈ പ്രകാരം 84 ജന്മങ്ങളെ നേടുന്നു. ഇനി ഭക്തി മാർഗത്തിൽ പറയുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടുകഥകളൊന്നും അല്ല ഇത്. ये तो पढ़ाई है, यहाँ तो ये शिक्षा मिलती कि एक बाप को याद कर. ഇതാണെങ്കിൽ പ്രശിക്ഷണമാണ്. ഇവിടെ നിങ്ങൾക്ക് ശിക്ഷണം ലഭിക്കുന്നു, ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുക. ब्रह्मा विष्णु शंकर को भी याद नहीं करना. ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും കൂടി നിങ്ങൾ ഓർമ്മിക്കരുത്. ബ്രഹ്മ വിഷ്ണു ശങ്കരനെ പോലും നിങ്ങൾ ഓർമ്മിക്കാൻ പാടില്ല. ഇനി എന്താണ്? കൊയ് ബി ദേഹധാരി കൊ യാദ് നഹി കർണ. ബാബ മക്കളോട് വീണ്ടും പറയാണ്, യാതൊരു ദേഹധാരിയെയും നിങ്ങൾ ഓർമ്മിക്കരുത്. തും ബച്ചെ ബി കേത്തെ ഹോ ഹമാരാ തോ ഏക് ശിവ് ബാബ ദൂസര ന കോയ്. നിങ്ങൾ കുട്ടികളും കൂടി പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ശിവ് ബാബ മാത്രം, മറ്റാരും തന്നെ ഇല്ല. ബാബ ബി കേത്തെ ബച്ചെ ഗൃഹസ്ഥ വ്യവഹാർ മേ രഹത്തെ കമല ഫൂൽ സമാൻ പവിത്ര ബനോ. ബാബയും കൂടി പറയാണ്, കുട്ടികളെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് താമരപുഷ്പ സമാന പവിത്രരായി ജീവിക്കും. പതീത പാവൻ മുജ് ഏക് ബാബ കോ ഹി കേത്തെ. പതീത പാവനെന്നു ഞാൻ ഒരു ബാബയെ മാത്രമാണ് പറയുന്നത്. ഞാനാണ് പതീത പാവനൻ. फिर मनुष्य गुरु कैसे बन सकते? പതീത പാവന ഈശ്വരൻ ഞാൻ തന്നെയാണ്. ഇനി മനുഷ്യ എങ്ങനെ ഗുരു ആവാൻ സാധിക്കുക? ഞാനല്ല സദ്ഗുരു. खुद ही वापस नहीं जा सकते तो औरों को कैसे ले जा सकते हो? സ്വയം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമാവുകയില്ല. സ്വയം ഗുരു അഥവാ സന്യാസി മുക്തിധാമ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. സ്വയം പോകാൻ കഴിവില്ലാത്തവർ മറ്റുള്ളവരെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കൂ? നാ കോയി ജ്യോതി ജ്യോതി മേ സമാത്തെ. കൂടാതെ ആരും തന്നെ ജ്യോതിയിൽ ലയിച്ചു പോവുകയില്ല. സബ് പാർട്ട് ബജാനെ വാലേ യഹാ പുനർജനം മേ ഹെ. എല്ലാവരും പാട്ട് അഭിനയിക്കുന്നവർ തന്നെയാണ്. എല്ലാവരും ഇവിടെ തന്നെ പുനർജന്മം എടുത്തു ഇരിക്കുന്നു അഥവാ ഈ ഡ്രാമയിൽ ഉണ്ട്. तुम सब हो सजनिया एक साजन को याद करते.
നിങ്ങളെല്ലാം ആത്മാക്കൾ സജനീയരാണ്. ഒരേ ഒരു സാജനായ ശിവബാബയെ ഓർമ്മിക്കുന്നു. ഓ ഹെ റഹംദിൽ ലിബറേറ്റർ. അപ്പോൾ ശിവബാബ ആരായിരിക്കുന്നു? ദയാഹൃദയാണ്, മുക്തേശ്വരനാണ്. എല്ലാവരെയും ബന്ധനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവർ. യഹാ ദുഃഖ ഹേ തബി തോ ഉൻകോ യാദ് കർത്തേ. ഇവിടെ ദുഃഖമാണ്, ദുഃഖമയമാണ്. അതുകൊണ്ടല്ലേ എല്ലാവരും ശിവബാബയെ ഓർമ്മിക്കുന്നത്. സത്യുഗമേ തോ കൊയ് ബി യാദ് നഹി കർത്തെ. ഇനി സത്യുഗത്തിൽ ആരും തന്നെ ശിവപിതാവിനെ ഓർമ്മിക്കുന്നില്ല. ബാബ കേത്തെ ഹമാരാ പാർട്ട് സംഗം പർ. ശിവബാബ പറയാണ്, എൻ്റെ പാർട്ട് സംഗമയുഗത്തിൽ മാത്രം. ബാക്കി യുഗേ യുഗേ അക്ഷർ റോങ് ലിഖ് ദിയ. പിന്നീട് യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ ഇത് തെറ്റായി എഴുതിയിരിക്കുന്നു. ഇസ് കല്യാണകാരി പുരുഷോത്തമ യുഗ കാ കിസ്കോ ബി പതാ നഹി. ഈ കല്യാണകാരി അഥവാ മംഗളകാരി പുരുഷോത്തമ യുഗത്തെക്കുറിച്ച് ആർക്കും തന്നെ വിവരം ഇല്ല. അപ്പോൾ ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത് അറിയേയില്ല. പെഹലി മുഖ്യ ബാത്ത് ഹെ കൗൺസി. പ്രധാനമായിരിക്കുന്ന വിഷയം, മുഖ്യമായ കാര്യം ഏതാണ്? ബാപ്പ് കോ ജാനന. ബാബയെ മനസ്സിലാക്കുക, ബാബയെ തിരിച്ചറിയുക. नहीं तो बाप से वर्षा कैसे लेंगे. ബാബയെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ബാബയിൽ നിന്ന് എങ്ങനെ സമ്പത്ത് നേടാൻ കഴിയും? रचना से वर्षा मिल नहीं सकता. बाप ने ब्रह्मा द्वारा अडॉप्ट किया. രചനയിലൂടെ സമ്പത്ത് ഒരിക്കലും ലഭിക്കാൻ സാധ്യമല്ല. ബാബ ബ്രഹ്മാവിലൂടെയാണ് നമ്മെ ദത്തു എടുത്തിരിക്കുന്നത്. നമ്മെല്ലാവരെയും ബ്രഹ്മാവിലൂടെ ശിവബാബ ദത്തു എടുത്തിരിക്കുന്നു. മനുഷ്യയെ നഹി ജാനത്തെ കി ഇത്തനീ ബഡി പ്രജ കൈസെ പൈദാ കി ഹോങ്കി. ബാബ മനുഷ്യർക്ക് ഇതുപോലെ അറിയുന്നില്ല. ഇത്രയോ പ്രജാജനങ്ങളുണ്ടല്ലോ, അഥവാ ആത്മാക്കൾ, മനുഷ്യർ, ഇവരെല്ലാവരും എങ്ങനെയാണ് ഉത്പത്തിയായത്? ബ്രാഹ്മണ കുലത്തിൽ ഇത്ര പേര് എങ്ങനെയാണ് തയ്യാറായത്? ആരിലൂടെയാണ്? പ്രജാപിത ഹേന, ഇവരിലൂടെയാണ്. പ്രജാപിത, പ്രജകളുടെ പിതാവല്ലേ? സരസ്വതി മാ ഹേ അഥവാ ബേട്ടി, യേ ബി കിസ്കോ പതാ നഹി. സരസ്വതി മാതാവാണോ അഥവാ മകളാണോ ബ്രഹ്മാവിൻ്റെ? ഇതും പോലും മനുഷ്യർക്ക് അറിയില്ല. മാതോ തുമാരി ഗുപ്ത, ശിവ് ബാബ ബ്രഹ്മാദ്വാര തുമക്കോ അഡാപ്റ്റ് കർത്തി. മാതാവ്, നിങ്ങളുടെ മാതാവ് ഗുപ്തമാണ്. ഇപ്പോൾ ഇവരും മാതാവാണ്. ശിവബാബയും കൂടി തുമീ മാതാ പിതാ തുമീ ഹോ എന്ന് പറയും. അപ്പോൾ ഗുപ്ത രീതിയിൽ ശിവബാബ തന്നെ ബ്രഹ്മാവിൻ്റെ ശരീരമാധ്യമത്തിലൂടെ നാം എല്ലാവർക്കും ജ്ഞാനോപദേശം നൽകി ഞങ്ങളെ ദത്തു എടുക്കുന്നു. ദത്തു എടുക്കപ്പെട്ട മക്കൾക്ക് പാലനയും കൂടി നൽകുന്നു. അപ്പോൾ ഇവരാരായി? ഇവർ മാതാവായി. പക്ഷെ ഗുപ്തമാണ്. अब तुम हो राज ऋषि. ഋഷി അക്ഷർ പവിത്രതാക്കി നിശാനി. നിങ്ങളിപ്പോൾ രാജഋഷിയാണ്. ഋഷി എന്നുള്ള അക്ഷരം പവിത്രതയുടെ അടയാളമാണ്. സന്യാസി ഹഠയോഗി ഓ രാജയോഗ സിക്കലാൻ ആസക്കി. ഇനി സന്യാസി ഹഠയോഗികളാണ്. അവർ ഒരിക്കലും രാജയോഗം പഠിപ്പിക്കാൻ സാധ്യമല്ല. ഗീത ബി ജോ സുനാത്തെ ഹെ വോ ഭക്തി മാർഗ. ഇനി ഭക്തി മാർഗ ഗീതോപദേശം ഏതാണോ നൽകുന്നത്, ഇന്ന് ഗീതാധ്യയനം ചെയ്യുന്നു, ഭക്തി മാർഗത്തിൻ്റേതാണ്. ഭക്തിയിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളാണ് അതിനെ ഗീതാധ്യയനത്തിൻ്റെ രൂപത്തിൽ ഉപദേശിക്കുന്നത്. കിത്തനി ഗീതായെ ബനാദി. ഇങ്ങനെ ഓരോരുത്തരും കൂടി അവരവരുടെ ഭാവന അനുസരിച്ച് പലതരത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുത്തി പല രീതിയിലുള്ള ഗീതകളെ നിർമ്മിച്ചിരിക്കുന്നു. बाबा कहते बच्चे मैं संस्कृत में तो नहीं पढ़ाता, ना श्लोक आदि की बात है. ഇനി ശിവബാബ പറയാണ്, കുട്ടികളെ ഞാൻ സംസ്കൃതത്തിലൊന്നും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ല. സംസ്കൃതമൊന്നും ഞാൻ പഠിപ്പിക്കാനല്ല വന്നിരിക്കുന്നത്.
ഇനി ശ്ലോകങ്ങളെയും കൂടി ഞാൻ ചൊല്ലുന്നില്ല. ഇതെല്ലാം ഭക്തി മാർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശ്ലോകങ്ങളാണ്. എത്രയോ 1000 ശ്ലോകങ്ങളെന്ന് പറയുമല്ലോ, ഇല്ലേ? അതുകൊണ്ട് ബാബ പറയുന്നു, ഞാൻ ശ്ലോകം ഒന്നും ചൊല്ലുന്നില്ല, അതുപോലെ സംസ്കൃത ഭാഷയും പ്രയോഗം ചെയ്യുന്നില്ല. തുമക്കോ രാജयोग आकर सिखलाता हूँ, जिस राजयोग से तुम पावन बन पावन दुनिया के मालिक बन जाते. ഞാൻ നിങ്ങൾക്ക് രാജയോഗമാണ് വന്നിട്ട് പഠിപ്പിക്കുന്നത്. ഏത് രാജയോഗത്തിലൂടെ നിങ്ങൾ പാവനരായി പാവന പ്രപഞ്ചത്തിൻ്റെ അധികാരിയായി തീരുന്നു. അതുകൊണ്ട് നാം എല്ലാവരും ആരാകുന്നു? പാവനരായി പാവന പ്രപഞ്ചത്തിൻ്റെ അധികാരികളാകുന്നവരാണ്. മനസ്സിലായില്ല? മനസ്സിലായി. अच्छा मीठे मीठे सिकी लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. धारणा के लिए मुख्य हिस्सा. എന്താ വേണ്ടത്? ധാരണ. ഇന്ന് ഏത് കാര്യമാണ് നമുക്ക് ധാരണ ചെയ്യേണ്ടത്, സദാ സ്മൃതിയിൽ വയ്ക്കേണ്ടത്? ഇന്നത്തെ പുരുഷാർത്ഥത്തിൽ ആ ധാരണയെ ഉപയോഗപ്പെടുത്തേണ്ടത്. പറയൂ, ഏത് ധാരണയാണ്? ശരി, നമുക്ക് നോക്കാം. കഭി കിസി ഭി ദേഹദാരി കോ യാദ് നഹീ കർണ. ഒരിക്കലും യാതൊരു ദേഹദാരിയെയും ഓർമ്മിക്കരുത്. मेरा तो एक शिव बाबा दूसरा ना कोई. ये पाठ पक्का करना. എൻ്റെ ഒരു ശിവ് ബാബ മാത്രം, മറ്റവരാരുമില്ല. ഈ പാഠത്തെ ഉറപ്പാക്കണം, പക്കയാക്കണം. അടുത്ത പോയിന്റ്, बाप समान रूहानी पंडा बनकर सबको घर का रास्ता बताना. ബാബയ്ക്ക് സമാന ആത്മീയ വഴികാട്ടികളായി സർവർക്കും വീടിൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കണം. ബാബയ്ക്ക് സമാനം ആത്മീയ വഴികാട്ടികളായി സർവർക്കും വീടിൻ്റെ വഴി പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുക. അന്ധോं की लाठी बन्न. അന്ധർക്ക് ഊന്നുവടിയാകണം. ജ്ഞാനത്തിൻ്റെ മൂന്നാനേത്രം തന്നെ ഊന്നുവടി, ത്രിനേത്രം തുറപ്പിക്കും. മനസ്സിലായില്ലേ? वरदान. सदा बिजी रहने की विधि द्वारा व्यर्थ संकल्पों की कंप्लेन को समाप्त करने वाले संपूर्ण कर्मातीत भव. സദാ ബിസിയായി കഴിയുന്ന വിധിയിലൂടെ, സദാ ബിസിയായിരിക്കുന്ന വിധിയിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ പരാതിയെ സമാപ്തം ചെയ്യുന്ന സമ്പൂർണ്ണ കർമാതീതരായി ഭവിക്കട്ടെ. സദാ ബിസിയായിരിക്കുന്ന വിധിയിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ പരാതിയെ സമാപ്തം ചെയ്യുന്ന സമ്പൂർണ്ണ കർമാതീതരായി ഭവിക്കും. വിവരണം. संपूर्ण कर्मातीत बनने में व्यर्थ संकल्पों के तूफान ही विघ्न डालती. സമ്പൂർണ്ണ കർമാതീതരാകുന്നതിൽ വ്യർത്ഥ സങ്കല്പങ്ങളുടെ കൊടുംകാറ്റ് തന്നെ വിഘ്നങ്ങളെ ഉണ്ടാക്കുന്നു. സമ്പൂർണ്ണ കർമാതീതരാകുന്നതിൽ വ്യർത്ഥ സങ്കല്പങ്ങളുടെ കൊടുംകാറ്റ് തന്നെയാണ്
വിഘ്നങ്ങളെ സൃഷ്ടിക്കുന്നു. इस व्यर्थ संकल्पों की कंप्लेन को समाप्त करने के लिए अपने मन को हर समय बिजी रखो. ഈ വ്യർത്ഥ സങ്കല്പങ്ങളുടെ പരാതിയെ സമാപ്തം ചെയ്യുന്നതിന് വേണ്ടി ഈ വ്യർത്ഥ സങ്കല്പങ്ങളുടെ പരാതിയെ സമാപ്തം ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ മനസ്സിനെ എല്ലാ സമയത്തിലും ബിസിയാക്കി വയ്ക്കുക. समय की ബുക്കിംഗ് करने का तरीका सीखो. സമയത്തിൻ്റെ ബുക്കിംഗ് ചെയ്യാനുള്ള വിധിയെ പഠിക്കൂ. എന്നുവെച്ചാൽ പ്രോഗ്രാം ഉണ്ടാക്കും ഏതെല്ലാം സമയത്ത് എന്തെല്ലാം ചെയ്യേണ്ടത്. സമയത്തെ സദുപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കും, ചാർട്ട് ഉണ്ടാക്കുന്നതാണ്. सारे दिन में मन को कहाँ कहाँ बिजी रखना ये प्रोग्राम बनाओ. മുഴുവൻ ദിവസത്തിൽ മനസ്സിനെ എവിടെയെല്ലാം ബിസിയാക്കി വെക്കണം ഈ പ്രോഗ്രാം ഉണ്ടാക്കുക. रोज़ अपने मन को 4 बातों में बिजी कर दो. ദിവസവും തൻ്റെ മനസ്സിനെ 4 കാര്യങ്ങളിൽ ബിസിയാക്കി വയ്ക്കുക. ദിവസവും തൻ്റെ മനസ്സിനെ 4 വിഷയങ്ങളിൽ ബിസിയാക്കി വയ്ക്കുക. അതേതാണ് 4 കാര്യങ്ങൾ? ഏക് ഹെ മിലൻ, അതായത് മിലൻ അഥവാ റുറിഹാൻ. दूसरा है वर्णन, तीसरा है मगन और चौथा है लगन. ഒന്നാമത്തത് മിലൻ അഥവാ ബാബയുമായി ആത്മീയ സംഭാഷണം നടത്തുക. രണ്ടാമത്തത് വർണ്ണന. വർണ്ണനം വെച്ചാൽ ബാബ കേൾപ്പിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരുടെ മംഗളത്തിന് വേണ്ടി സർവീസ് ചെയ്യും. മൂന്നാമത്തത് തല്ലീനരാകും, മുഴുകിയിരിക്കും, പരമാത്മ സ്നേഹത്തിൽ മുഴുകിയിരിക്കും. നാലാമത്തത് ഒരു ബാബയുടെ ആകർഷണത്തിൽ തല്ലീനരാകും. ഇതാണ് 4 പ്രകാരത്തിലുള്ള വിഷയങ്ങൾ. മനസ്സിനെ ബിസിയാക്കി വെക്കുന്നതിന് വേണ്ടി 4 വിഷയങ്ങളാണ്. മിലൻ അഥവാ റുറിഹാൻ, വർണ്ണൻ അഥവാ സർവീസ്, മൂന്നാമത്തത് മगन, നാലാമത്തത് लगन. इससे समय सफल हो जाएगा और व्यर्थ की कंप्लेन समाप्त हो जाए. ഇതിൽ നിന്നു സമയം സഫലമായി തീരുന്നു, വ്യർത്ഥ സങ്കല്പങ്ങളുടെ പരാതിയും കൂടി ഇല്ലാതെയാകുന്നു. അത്ര നല്ല യുക്തിയാണ് ഇല്ലേ? स्लोगन: सफलता को परमात्मा बर्थ राइट समझने वाले ही सदा प्रसन्न चित्त रह सकते. സഫലതയെ പരമാത്മ ബർത്ത് റൈറ്റ് എന്നു മനസ്സിലാക്കുന്നവർ തന്നെയാണ് സദാ പ്രസന്ന ചിത്തരായിരിക്കാൻ സാധിക്കുന്നത്. സഫലതയെ പരമാത്മ ജന്മാവകാശമെന്നു മനസ്സിലാക്കുന്നവർ തന്നെയാണ് സദാ പ്രസന്ന ചിത്തരായിരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രസന്ന ചിത്തരല്ലേ? പ്രസന്ന ചിത്തർ അതിൻ്റെ അർത്ഥം എന്താണ്? സഫലതയെ പരമാത്മ ജന്മാവകാശമെന്നു നിശ്ചയം വെച്ചവർ, അവരാണ് പ്രസന്ന ചിത്തർ. ഓം ശാന്തി. മനസ്സിലായില്ലേ?
ഇന്ന് ബാബയുടെ മുരളിയിൽ സദ്ഗുരുവാർ ഏതെല്ലാം പ്രകാരത്തിൽ ബാബയുടെ മഹാവാക്യങ്ങളെ നാം കേട്ടു. സ്വാദിഷ്ടമായിരിക്കുന്ന മഹാവാക്യങ്ങളാണ്. ഇത് തന്നെ നമുക്ക് ബാബയുടെ പ്രസാദമാണ്. ഇത് തന്നെ ബാബയുടെ സ്വാദിഷ്ടമായിരിക്കുന്ന സ്മൃതിയുടെ തീർത്ഥം. ഇതിനെ സ്വീകരിക്കുക. ബാബയുടെ പ്രസാദത്തെയും കൂടി സന്തോഷത്തിലൂടെ സ്വീകരിക്കുക. ഓം ശാന്തി. ഓം ശാന്തി. शिव बाबा तेरा ज्ञान है निराला, मीठी मुरली तेरी है अमृत का प्याला। ओ प्यारे शिव बाबा तेरा ज्ञान है निराला, मीठी मुरली तेरी है अमृत का प्याला। ओ प्यारे शिव बाबा देह में रहते विदेही बनकर, जीते जी मर जीवा बनकर। देह में रहते विदेही बनकर, जीते जी मर जीवा बनकर। अमृत वेले देता बाबा वरदानों की माला। ओ प्यारे शिव बाबा तेरा ज्ञान है निराला, मीठी मुरली तेरी है अमृत का प्याला। ओ प्यारे शिव